ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ലാച്ചറിയിലെ എങ്ങനെ സെറ്റ് ചെയ്യാം, എങ്ങനെ കണക്ഷൻ കൊടുക്കാം എന്നുള്ളതാണ്. മാസ്റ്റർ കൺട്രോളിൽ കേട്ടോ. നമ്മൾ വീടുകളിൽ മാസ്റ്റർ കൺട്രോൾ ഉപയോഗിക്കില്ലേ, അതിൽ എങ്ങനെ കണക്ഷൻ കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു 4 ടെർമിനൽ ഈ സ്നൈഡറിന്റെ ലാച്ചറിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 4 ടെർമിനൽ വരുന്നുണ്ട്. A1, 1, A2, 2. അപ്പോൾ ഇതിൽ ഈ ടെർമിനലിൽ ഏതൊക്കെ വയറുകളാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചങ്ങന്മാരെ, നമ്മൾ ഇന്നൊരു മാസ്റ്റർ കൺട്രോളിലെ റിലേ കണക്ഷൻ തന്നില്ല. അപ്പൊ ഇതാണ് അതിന്റെ ഡയഗ്രാം കേട്ടോ. മാസ്റ്റർ കൺട്രോളിന്റെ ഡയഗ്രാം അല്ല, ഞാൻ ലേഔട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ അത് എങ്ങനെയാന്നുള്ളത് നമ്മൾ ഓരോന്ന് കൊടുക്കുമ്പോൾ മനസ്സിലാക്കുക. ഇത് അറിയണോന്ന് സിമ്പിളാണ്, അറിയാത്ത ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അറിയുന്ന ആളുകൾക്കല്ല. അറിയാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതുപോലെ കൊടുത്തത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റേ നമ്മൾ വയറിങ്ങനെ കൊടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടൂലല്ലോ. ഇങ്ങനെ ആവുമ്പോൾ ഇത് എന്തൊക്കെ ഏതൊക്കെ എന്നുള്ളത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മളെ ലാച്ചറിലിൻ്റെ കണക്ഷൻ ഡയഗ്രാം അല്ല, നമ്മൾ ഒരു ലേഔട്ട് ഉണ്ടാക്കിയതാണ്. ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു കണക്ഷൻ. ഇതിൽ നമ്മൾ വ്യത്യസ്ത കളറിൽ തന്നെ കൊടുക്കണം. നമ്മൾ വയറ് വലിക്കുന്ന ടൈമിലും നമ്മൾ 2 ഐറ്റം കളറ് കൊടുത്താൽ നന്നാവും. കാരണം നമ്മൾ പഴയമാര് ഒരു മാസ്റ്റർ കൺട്രോളിന് വേണ്ടി ഒരു വയറ് പോരാ, നമുക്ക് ഇതിൽ 2 വയറ് വേണം. ഇന്നോ ഔട്ടും വേണം. അപ്പം ഇതിൽ ഈ 2 വയറ് നമുക്ക് ഡയറക്റ്റ് DBയിലേക്ക് എത്തും വേണം കേട്ടോ. അതായത് വേറെ ബോർഡ് കയറി വന്നാലും മതി, 2 വയർ ഇന്നും ഔട്ടും DBയിൽ എത്തലും നിർബന്ധമാണ്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് എടുത്ത സാധനങ്ങൾ ഇതാണ്. ഞാൻ ഡെമോ കാണിക്കാൻ വേണ്ടി എടുത്താണ്. പ്രധാനമായിട്ടും വേണ്ടത് ലാച്ചറിയിലാണ് നമ്മൾ എടുത്തുകൊണ്ട്. സ്നൈഡറിൻ്റെ ആണ്. പിന്നെ ഇൻഡിക്കേറ്റർ, ബെൽപുഷ്, 2 ഇൻഡിക്കേറ്റർ 2 ബെൽപുഷും. എത്രയും നമുക്ക് കൂടുതൽ കൊടുക്കാം കേട്ടോ. അതായത് ഓരോ റൂമിലേക്ക് എത്ര റൂമുണ്ടോ, എത്ര അടുത്തേക്ക് നമുക്ക് കൺട്രോൾ വേണോ അത്രയും നമുക്ക് കൊടുക്കാം. ഇപ്പോൾ 2 എണ്ണം മാത്രമേ നമ്മൾ കൊടുത്ത് കാണിച്ചു തരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബൾബോട്ട് കൊണ്ട് കിട്ടാം. നമുക്ക് കണക്ഷൻ ചെക്ക് ചെയ്യണ്ട അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബെൽപുഷ് ഒന്ന്, രണ്ടാമത്തെ ബെൽപുഷ് കേട്ടോ. ആദ്യം ബെൽപുഷ് നമ്മൾ കണക്ഷൻ ചെയ്യില്ല. അപ്പോൾ നമ്മളിതാ ബെൽപുഷിന്റെ കണക്ഷൻ കൊടുത്തിട്ടാ. നമ്മൾ സാധാരണ മാസ്റ്ററിൽ ബെൽപുഷ് അല്ലല്ലോ വരും. നമുക്ക് 1 ബൈ സ്വിച്ച് 20 ആമ്പയർ 1 ബൈ സ്വിച്ച് 20 ആമ്പയർ 1 ബൈ സ്വിച്ച് ഒക്കെ വെക്കും. ഇപ്പോൾ നമ്മളിവിടെ ഇതിന് ബെൽപുഷാണ് കണക്ഷൻ കേട്ടോ. ബെൽപുഷ്, പിന്നെ ഒരു ഇൻഡിക്കേറ്ററും വരും. ബെൽപുഷിന് കണക്ഷൻ കൊടുത്ത്, ഇതിപ്പോ ഈ വയറ് ഇത് വന്നിട്ട് നമുക്ക് ലാച്ച് റിലേന്റെ ഇതാണ്. ബെൽപുഷിലേക്ക് പോണ ഒരു വയർ കണക്ഷൻ ഉണ്ട്. A1 എന്ന് പറഞ്ഞ കണക്ഷനാണ് നമുക്ക് ഇതിലേക്ക് പോകുന്നത്, ബെൽപുഷിലേക്ക് പോകുന്നത്. ബെൽപുഷിന്റെ ഒരു ടെർമിനലിലേക്ക്, അത് നേരെ അടുത്ത ബെൽപുഷിക്ക് പോകും. പിന്നെ ഇത് കാണുന്നത് ഫേസ് ആണ്. ആ ഫേസ് ഏത് ബോർഡിലാണ് നമ്മൾ ഈ ലാറ്ററിലെ കൺട്രോൾ വെക്കുന്നത്, ബെൽപുഷ് വെക്കുന്നത്, അതിൽ നിന്ന് ഇട്ടുകൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ഇത് കണക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇതിന് 2നും കൂടി ഒരു ഫേസ് എടുത്തിട്ട് നേരെ ഇതാവും ഈ ബേസിലേക്ക്. ഇതാണ് ബേസ് ഉണ്ടാവും. പിന്നെ ഇനി റിലേക്കും വേണ്ടിയിട്ട് ഒരു ഫേസ് വേണം. റിലേയിലേക്ക് ഒരു ഫേസ്, ന്യൂട്രൽ വേറെ സെപ്പറേറ്റ് വേണം. അപ്പോൾ അതിലേക്ക് റിലേക്ക് ഒരു ഫേസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഫേസ്, 2 ഫേസാണ്. ഒന്ന് ബെൽപുഷിക്ക് പോകുന്ന ഫേസ്, ഒന്ന് റിലേക്ക് പോകുന്ന ഫേസ്. ഇത് A2 എന്ന് പറഞ്ഞ കണക്ഷനിലേക്ക് വരുന്ന, A1 എന്ന് പറഞ്ഞ കണക്ഷനിലേക്ക് വരുന്ന, ടെർമിനലിലേക്ക് വരുന്ന കണക്ഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ ലാച്ചറിയിലാണ് കൊടുക്കുക. റിലേ കണക്ഷൻ ആക്കാൻ പോകും നമ്മൾ. അപ്പോൾ അതാ ആ റിലേന്റെ ആ 2 കണക്ഷനും കൊടുത്തു. കണ്ടില്ലേ, A1 നിന്ന് നേരെ പോയത്
ഇത് പോകുന്നുണ്ട് ബെൽ പുഷിലേക്ക്. പിന്നെ വണ്ണ് കിടക്കുന്നത് ഫേസ്. ഇനി ഈ ന്യൂട്രൽ പിന്നെ ഔട്ട് വയർ കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതിലേക്ക് ബെല്ലിൻ്റെ മറ്റേ ലാച്ചറിലിൻ്റെ ഔട്ട് വയറാണ് കണക്ഷൻ കൊടുക്കാൻ പോകുന്നത്. നമുക്ക് പിന്നെ ലൈനിലേക്ക് പോണതേ, ലൈറ്റ് ലോഡിലേക്ക് പോണത് കണക്ഷനാണ്. അത് ഔട്ട് വയർ ലോഡിലേക്ക് പോണത്. പിന്നെ ഇതാ ന്യൂട്രലാണ് കണക്ഷൻ കൊടുത്തത്. ഇപ്പോൾ റിലേൻ്റെ കണക്ഷനൊക്കെ ഫുള്ളായി. ഇനിയിപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ കൊടുക്കണം. ഇൻഡിക്കേറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബെൽ പുഷ് ഓൺ ആക്കിയാൽ പിന്നെ മാസ്റ്റർ റിലേ വർക്ക് ആയിനോ ഇല്ല എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്, ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. കാരണം ആരെങ്കിലും ഓൺ ആക്കി കഴിഞ്ഞാൽ എവിടെയൊക്കെ ഇൻഡിക്കേറ്റർ വെച്ചു ആ ഇൻഡിക്കേറ്റർ ഒക്കെ വർക്ക് ചെയ്യും. അപ്പോൾ ഇൻഡിക്കേറ്റർ കത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആരോ മാസ്റ്റർ കൺട്രോൾ ഓൺ ആക്കിയെന്നുള്ളത്. അപ്പോൾ ആ മാസ്റ്റർ കൺട്രോൾ ഓൺ ആക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒന്നും നമുക്ക് ഇവിടെ നമ്മളെ ബെഡ് സ്വിച്ചിൽ വരുന്നിട്ട് ഓഫ് ആക്കാം. വീണ്ടും അത് ആ ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക അവിടെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടാണ് ആള് മാസ്റ്റർ കൺട്രോൾ ഓൺ ആക്കിയത്. അപ്പൊ പിന്നെ നിങ്ങളത് ഓഫാക്കാൻ നിൽക്കരുത്. ഫസ്റ്റത്തെ ഓഫാക്കാൻ പറയാൻ കാരണം എന്താ വെച്ചാല് ഇൻകേസ് കയ്യോ കാലോ തട്ടിയിട്ട് ചിലപ്പോൾ ബെഡ് സ്വിച്ചിന്നല്ലേ എങ്ങനെയെങ്കിലും ഓണായി പോവാം ഉറക്കത്തിന്റെ സമയത്തെ. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് അറിഞ്ഞ ആള് പെട്ടെന്ന് വേണമെങ്കിൽ ഓഫാക്കാം. പിന്നെ രണ്ടാമതും അത് കത്തുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി അത് സംഗതി പിന്നെ റിയൽ ആയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഓണാക്കിയതാവുന്നില്ല. അപ്പൊ അങ്ങനെ വീണ്ടും ഓഫാക്കാൻ നിൽക്കരുത് കേട്ടോ. ഇൻഡിക്കേറ്റർ കണക്ഷൻ കൊടുക്കാം. അതേമാതിരി നമ്മള് ഇൻഡിക്കേറ്ററും ബെൽ പുഷ് ലാച്ചറിയിലെ കണക്ഷൻ ആക്കി. ഇനി നമുക്ക് കൊടുക്കാനുള്ളത് ഒരു ഹോൾഡറാണ്. ഹോൾഡർ എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ഇത് വർക്ക് ചെയ്യണ്ടെന്നുള്ള അറിയാൻ വേണ്ടി ഇൻഡിക്കേറ്റർ കത്തുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും വർക്ക് ചെയ്യണം. ബൾബ് കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടി കാണാലോ, അതിന് വേണ്ടിയിട്ടാണ് എങ്ങനെ ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത്. എന്നാ പിന്നെ നമ്മള് ബൾബോട്ട് കൂടെ എന്നിട്ട് കൊടുത്തില്ല അത് കൊടുക്കാം നമ്മള്. പിന്നെ ഈ ഒരു മേഖലയില് എല്ലാം തേഞ്ഞ ആൾക്കാർ ആരും ഉണ്ടാവില്ല. ഏത് അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം അറിയുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല. പിന്നെ തന്നെ ഈ മേഖലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഓരോ ദിവസം കഴിയുന്ന അനുസരിച്ച് ഓരോ വർക്കുകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പഴയ മാതിരിയൊന്നുമില്ലല്ലോ. ഇപ്പൊ വയറിങ് ആദ്യം സ്വിച്ച് ഇട്ടാ കത്തിയാൽ മതിയുള്ള കൺസെപ്റ്റ് തന്നെ. അപ്പൊ അതൊക്കെ മാറിപ്പോ പല പല ടെക്നോളജികളായി. ഇപ്പൊ ഓട്ടോമേഷനായി, സ്മാർട്ട് സ്വിച്ചുകൾ വന്ന് ഇപ്പൊ അങ്ങനത്തെ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ എന്നും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പഠിച്ചു ഫുള്ളായ ആളുകൾ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും നമ്മൾ ഓരോ വർക്ക് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ പഠിക്കാത്ത ആളുകൾക്ക് നമ്മൾ അറിയുന്ന ആൾക്കാർ മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ എനിക്കറിയാത്ത വേറെ ആരെങ്കിലും പറഞ്ഞു തരും. അങ്ങനെ നമ്മൾ അവരെ അടുത്തൊന്നും എടുക്കുക. അറിവ് തുറന്നു കിട്ടിയാലും അത് നമ്മൾ സ്വീകരിക്കുക. ആരായാലും പറഞ്ഞു തന്നെ ഏതറിവും ചെറുതല്ല. അപ്പൊ ഞങ്ങൾ കണക്ഷനൊക്കെ ഫുള്ളായിട്ടോ. കണക്ഷൻ ഫുള്ളായി. ഇതാ എല്ലാ വയറിങ്ങും കൊടുത്തു, ബൾബോട്ട് കൊടുത്തു, സ്വിച്ച് കൊടുത്തു, ഇൻഡിക്കേറ്റർ കൊടുത്തു, റിലേ കൊടുത്തു. ഇനി നമുക്ക് കറണ്ട് കൊടുത്ത് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ ഒരു പ്രത്യേക കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാല് ഓരോ വീടുകളിലും നമ്മളിപ്പോൾ കാണുന്നത് ഈ മാസ്റ്റർ കൺട്രോള് വെച്ച് കഴിഞ്ഞാൽ പുറത്തത്തെ ലൈറ്റുകളും പിന്നെ കോമൺ ഏരിയത്തൊക്കെ നമ്മൾ അതിൽ കൊടുക്കുമല്ലോ കണക്ഷൻ. അപ്പോൾ പുറത്തത്തെ എല്ലാം ഒപ്പിടാൻ വേണ്ടിയിട്ട് ആളുകൾ എന്ത് ചെയ്യും, മാസ്റ്റർ സ്വിച്ച് കൊണ്ട് ഓണാക്കിയിടും. മാസ്റ്റർ സ്വിച്ച് ഓണാക്കിയിട്ട് എളുപ്പമായല്ലോ, ഒരു സ്വിച്ച് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ പറഞ്ഞാൽ എമർജൻസിയാണ്. ഇപ്പോൾ റിലേ വെച്ച് ചെയ്യണതൊക്കെ മറ്റേത് നല്ല വലിയ കംപ്ലൈൻറ്റ് വരാനില്ല. റിലേ വെച്ച് ചെയ്യണത് എന്താ വെച്ചാൽ കുറച്ച് പ്രശ്നമുള്ള കേസാണ്. കാരണം ഇത് കംപ്ലൈൻറ്റുകൾ എപ്പോഴും വരാം. പിന്നെ ഇലക്ട്രോണിക്സ് സാധനമാണുള്ളത്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു എളുപ്പപ്പണി കൊണ്ട് ഒഴിവാക്കണം. കാരണം എളുപ്പപ്പണി ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇത് ഫുൾ ടൈം വർക്ക് ചെയ്യും. ഇത് എമർജൻസി ആയിട്ട് ഉപയോഗിക്കാനുള്ള സാധനമാണ്.
ഓഫാക്കുക, അല്ല ഓണാക്കുക. പിന്നെ എന്തെങ്കിലും നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് ഓഫാക്കുക. പിന്നെ തന്നെ ഇതിന് സെപ്പറേറ്റ് സ്വിച്ചുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓരോ ലൈറ്റിനും സെപ്പറേറ്റ് സ്വിച്ചുകളുണ്ട്. അത് പനിയിട്ടാലും കത്തും. ഇത് ഇത് എമർജൻസി ആയിട്ട് ഓണാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ. അതേപോലെ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്, കണ്ടില്ല. ഇതിന് ഫേസിൽ നമ്മൾ ഫേസ് കൊടുക്കുക. ആദ്യം നമ്മൾ ന്യൂട്രൽ കൊടുക്കുക. ന്യൂട്രൽ കൊടുത്ത് പിന്നെ ഫേസ്. ഓക്കെ, ഇതാ നമ്മളെ ബൾബ് നമ്മൾ ഇടാൻ പോണ്. ഓക്കെ, സ്വിച്ച് ഓഫാക്കി ഇനി അടുത്ത സ്വിച്ച് ഇടാണ്. ഓണായി. അപ്പൊ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട് കേട്ടോ, നിങ്ങൾ കാണുന്നില്ല എന്നുള്ളൂ. ഈ ബൾബിന്റെ വെളിച്ചം കൊണ്ട് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. അല്ല, ഓഫായി. ഈ ബൾബ് ഊരിയാൽ കാണാൻ പറ്റും ശരിക്കും ഇൻഡിക്കേറ്റർ കത്തുന്നു. ലോഡാണ്. കണ്ടോ? ഇനി ഓഫാക്കാണ്. കണ്ടോ? ഇനി നമ്മള് ബൾബിൽ നോക്കാം. ഈ സ്വിച്ച് ഓഫാക്കി. അപ്പൊ ഈ ബൾബ് സ്വിച്ച് അടിച്ചപ്പോ ഓഫായില്ലേ ബൾബ്. ഇനി നമ്മൾ ഇത് ഓണാക്കാൻ പോകും. ഇനി നമുക്ക് ഈ സ്വിച്ച്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് കണ്ടില്ലേ, ഇതാ ഓൺ ഓഫ് ആവുന്നുണ്ട് റിലേ. ഇതാണ് ഇതിന്റെ കണക്ഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അറിയാത്ത ആളുകളൊക്കെ ഒന്ന് ഏകദേശം ഈ ഡയഗ്രാം വരച്ച പോലെ തന്നെ ഞാൻ കണക്ഷൻ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പം എല്ലാം ക്ലിയർ അല്ലേ? ഫേസ്, ന്യൂട്രല്, ഔട്ട് വയർ, പിന്നെ ബെൽ പുഷിലേക്ക് പോകുന്നത്, അതിൽ റിലേക്ക് ആവശ്യമായ കറണ്ട്. അവിടെ ഫേസ് വയർ നേരെ കൊടുക്കുക 1 എന്നുള്ള ടെർമിനൽ കേട്ടോ. ഓക്കെ, വീണ്ടും പറയാണ്, അറിയണവർക്ക് ഇത് സിമ്പിളാണ്, അറിയാത്തവന് ഇത് കുറച്ച് പാടാണ്. അപ്പോൾ അറിയാത്ത ആളുകൾ ഇത് കണ്ടുകൊണ്ടൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വരുന്നു. അങ്ങനെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നിങ്ങളുടെ ലൈക്കും ഷെയറാണ് നമുക്ക് ആവശ്യം. പിന്നെ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഉണ്ട് തൊട്ടടുത്ത്, അതൊന്നുകൊണ്ട് എനേബിൾ ചെയ്താൽ. പിന്നെ ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് എത്തിക്കുക. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.